അടിപൊളി ഒരു കപ്ലങ്ങ അച്ചാർ. അതാണ് ഇന്നത്തെ കോൺസെപ്റ്റ്. ഓക്കെ, എന്താണ് കപ്ലങ്ങ? നമ്മുടെ നാട്ടിലൊക്കെ ചിലരുടെയൊക്കെ നാട്ടിൽ കർമൂസ് എന്ന് പറയും, ഓമയ്ക്ക എന്ന് പറയും, പപ്പായ എന്ന് പറയും. അപ്പോൾ എന്താണോ നിങ്ങളുടെ നാട്ടിലുള്ള പേര് അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കപ്ലങ്ങ അച്ചാറിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നല്ല നാടൻ കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കാന്താരി മുളകും നാടൻ കപ്ലങ്ങയും വെച്ചിട്ട് മഞ്ഞ നിറത്തിലൊരു അച്ചാർ. ഓക്കെ, ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ കണ്ടു. കടുക്, ഉലുവ, ഇഞ്ചി, പച്ചമുളകിന് പകരം കാന്താരി മുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്ന മുളകെല്ലാം ചേർത്ത് എണ്ണയിൽ കടുകും ഉലുവയൊക്കെ പൊട്ടിച്ച് ഇവരെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി നല്ല സ്വർണ്ണ നിറത്തിലാക്കിയിട്ട് നമ്മളിതിലേക്ക് ഈ മൂത്തതിലേക്ക് നമ്മുടെ മസാല ചേർക്കാം. മസാല എന്തൊക്കെയാണ്? ഒന്നുമില്ല, സിമ്പിളായിട്ട് മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, ശകലം കായം, പേരിനുപ്പ് ചേർത്ത് അതിനൊന്ന് മൂപ്പിച്ച് നല്ല ഒന്ന് മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പപ്പായ ഇടാം. പപ്പായ ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ നല്ലെണ്ണ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അവനെ നമുക്കൊന്ന് നല്ലോണം വഴറ്റി മൂപ്പിച്ച് സെറ്റ് ചെയ്ത് പാകത്തിന് വിനെഗർ ചേർത്ത് തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ ചേർത്ത്, ആ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ. പച്ചവെള്ളം ഉപയോഗിച്ചാൽ കൊള്ളത്തില്ല. തിളപ്പിച്ചാറിയ ഇളം ചൂടുള്ള വെള്ളമായാലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ പാകത്തിന് ചേർത്ത് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവനെ ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് അവനെ ഒന്ന് അടിപൊളിയാക്കി എടുത്തിട്ട് നമ്മളതിൻ്റെ രുചിയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശകലം ഞാനിത്തിരി കടുക് പൊടിച്ചതും ഇത്തിരി കടുകെണ്ണയൊക്കെ ചേർക്കും കേട്ടോ. പിന്നെ പാകത്തിന് ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കായമൊക്കെ കൃത്യമാണോ എന്ന് നോക്കി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിവനെ ഒരു പിടി പിടിച്ചാൽ നല്ല പൊളിയായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന് കേട്ടോ. അതായത് നമ്മൾ പഴയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ 10 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അച്ചാർ, അതിൻ്റെ ഒരു രുചിയിലേക്കാണ് ഇത് വരിക കേട്ടോ. സോ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാനും കഴിക്കാനും. ഒപ്പം നമ്മൾ ഓണമാണ്, ഓണാഘോഷ പരിപാടികളും ഡേ ഔട്ട് പാക്കേജും ഓണം സെലിബ്രേഷൻസും ഓണസദ്യയും എല്ലാം ഭയങ്കര ഗംഭീര ആഘോഷങ്ങളാണ് കേട്ടോ. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു കാണും. അടിപൊളി പരിപാടികളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡേ ഔട്ട് പാക്കേജ് എല്ലാവർക്കും വന്ന് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ വന്ന് കോഫിയൊക്കെ കുടിച്ച് ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ച് വൈകുന്നേരത്തെ കാപ്പിയൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് പിരിഞ്ഞു പോകാൻ പറ്റുന്ന ഡേ ഔട്ട് പാക്കേജുകളുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും ഗോൾഫ് വാലിയിലേക്ക്, വയനാട്ടിലേക്ക് വരിക എല്ലാവരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഫോളോ മീ.